ഗൈസ്, എൻ്റെ പേര് അരുൺ മാത്യു. വെൽക്കം ടു മൈ ചാനൽ. സാധാരണ പുതിയ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റിംഗ് തുടങ്ങുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മേജർ ഡൗട്ടാണ് ഏത് ബ്രോക്കറേജ് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഏത് ബ്രോക്കറേജ് ആണ് നല്ലത്. കാനഡയിലുള്ള മേജർ ബ്രോക്കറേജസിന് അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഉണ്ട്, അതിൻ്റെതായ ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ബ്രോക്കറേജസ് കമ്മീഷൻ ചാർജ് ചെയ്യും, ചില ബ്രോക്കറേജ് കമ്മീഷൻ ചാർജ് ചെയ്യില്ല, ചില ബ്രോക്കറേജ് ഫ്രാക്ഷണൽ ഷെയർസ് വാങ്ങാൻ സാധിക്കും, ചില ബ്രോക്കറേജ് കൺവേർഷൻ ഫീ ചാർജ് ചെയ്യും, ചില ബ്രോക്കറേജ് കൺവേർഷൻ ഫീ ചാർജ് ചെയ്യില്ല. സോ എല്ലാ ബ്രോക്കറേജസിനും അതിൻ്റെതായ അപ്സൈഡും ഉണ്ട്, അതിൻ്റെതായ ഡൗൺ സൈഡും ഉണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന 3 മേജർ ബ്രോക്കറേജിനെ പറ്റിയാണ്. ആദ്യത്തെ ക്വസ്റ്റ്രേഡ്, രണ്ടാമത്തെ വെൽ സിമ്പിൾ, മൂന്നാമത്തെ ഇന്ററാക്റ്റീവ് ബ്രോക്കേഴ്സ്. ഈ വീഡിയോ നിങ്ങളെ നല്ലൊരു ബ്രോക്കറേജ് സെലക്ട് ചെയ്യാൻ സഹായിച്ചാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്താൽ യൂട്യൂബ് എൻ്റെ ഈ വീഡിയോ പുതിയ വ്യൂവേഴ്സിൻ്റെ അടുത്ത് എത്തിക്കും. സോ അതുകാരണം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്രേഡിനെ പറ്റിയാണ്. സാധാരണ പുതിയ ഇൻവെസ്റ്റേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ക്വസ്റ്റ്രേഡിൽ അവരുടെ ഫണ്ട്സ് അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് സേഫ് ആണോ എന്ന്. കാനഡയിലെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഗുലേറ്റ് ചെയ്യുന്ന 2 റെഗുലേറ്ററി ബോഡീസ് ആണ്. ആദ്യത്തെ IIROC, രണ്ടാമത്തെ CIPF. ഈ 2 ഓർഗനൈസേഷൻസിലും ക്വസ്റ്റ്രേഡ് മെമ്പറാണ്. പിന്നെ നേരത്തെ പറഞ്ഞ CIPF, കനേഡിയൻ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട്, ഈ ഓർഗനൈസേഷൻ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സിന് $1 million വരെ പ്രൊട്ടക്ഷൻ തരും. ക്വസ്റ്റ്രേഡ് വെൽ സിമ്പിൾ പോലെ ഒരു പുതിയൊരു പ്ലാറ്റ്ഫോം അല്ല. ക്വസ്റ്റ്രേഡ് തുടങ്ങിയത് 1999 ക്വസ്റ്റ്രേഡ് തുടങ്ങിയിട്ട് 21 വർഷമായി. ക്വസ്റ്റ്രേഡിലൂടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ അസറ്റിന്റെ വാല്യൂ $25 billion ആണ്. ക്വസ്റ്റ്രേഡ് വഴി നിങ്ങൾക്ക് പലതരം ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്ട്സ് വാങ്ങാം. ക്വസ്റ്റ്രേഡ് വഴി നിങ്ങൾക്ക് സ്റ്റോക്സ് വാങ്ങാം, ETF വാങ്ങാം, ഫോറക്സ് വാങ്ങാം, ബോണ്ട്സ് വാങ്ങാം, മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങാം. അങ്ങനെ പലതരം ഇൻവെസ്റ്റ്മെന്റ്സും ക്വസ്റ്റ്രേഡ് വഴി നിങ്ങൾക്ക് വാങ്ങാം. നിങ്ങൾ ഒരു സ്റ്റോക്ക് ക്വസ്റ്റ്രേഡ് വഴി വാങ്ങുമ്പോൾ ക്വസ്റ്റ്രേഡ് നിങ്ങൾക്ക് ചാർജ് ചെയ്യുന്ന കമ്മീഷൻ 1 cent per share with a minimum of $4.95 to a maximum of $9.95. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ക്വസ്റ്റ്രേഡ് വഴി ഒരു സ്റ്റോക്ക് വാങ്ങുവാണെങ്കിൽ ആ ഒരു സ്റ്റോക്കിന് ക്വസ്റ്റ്രേഡ് നിങ്ങൾക്ക് $4.95 കമ്മീഷനായിട്ട് ചാർജ് ചെയ്യും. കാരണം മിനിമം $4.95 ആണ്. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്രേഡ് വഴി $10,000 വാങ്ങിച്ചാലും നിങ്ങളുടെ കമ്മീഷൻ $9.95 ആയിരിക്കും. കാരണം മാക്സിമം കമ്മീഷൻ ക്വസ്റ്റ്രേഡ് ചാർജ് ചെയ്യുന്നത് $9.95 ആണ്. പിന്നെ പലർക്കും അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ക്വസ്റ്റ്രേഡ് വഴി ഒരു കനേഡിയൻ സ്റ്റോക്ക് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പോകുന്ന കമ്മീഷൻ $4.95 to $9.95 കനേഡിയൻ ഡോളേഴ്സ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്രേഡ് വഴി ഒരു US സ്റ്റോക്ക് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്രേഡ് ചാർജ് ചെയ്യുന്ന കമ്മീഷൻ $4.95 to $9.95 ആയിരിക്കും. ക്വസ്റ്റ്രേഡിൻ്റെ ഒരു ബെസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ക്വസ്റ്റ്രേഡ് വഴി ETF വാങ്ങുമ്പോൾ ക്വസ്റ്റ്രേഡ് നിങ്ങൾക്ക് ഫീസ് ഒന്നും ചാർജ് ചെയ്യില്ല. പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്രേഡ് വഴി ETF സെൽ ചെയ്യുമ്പോൾ ക്വസ്റ്റ്രേഡ് നിങ്ങൾക്ക് $4.95 to $9.95 കമ്മീഷൻ ചാർജ് ചെയ്യും. അടുത്ത നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്രേഡ് അവരുടെ കസ്റ്റമേഴ്സിന് ECN ഫീസ് ചാർജ് ചെയ്യും. ECN സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഫീ. ഈ ഫീസ് വളരെ മിനിമലാണ്. പക്ഷേ ക്വസ്റ്റ്രേഡ് അവരുടെ കസ്റ്റമേഴ്സിനോട് ഈ ഫീസ് അവോയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവരുടെ വെബ്സൈറ്റിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത്, നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ നിങ്ങൾ ആ സ്റ്റോക്ക് ലിമിറ്റ് ഓർഡറിലൂടെയാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ECN ഫീസ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ECN ഫീസിനെ പറ്റി നിങ്ങൾക്ക് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ മോസ്റ്റ് കേസസ് ECN ഫീസ് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പെന്നി സ്റ്റോക്സ് വാങ്ങുമ്പോഴാണ്. സോ നമ്മൾ ഈ വീഡിയോയിൽ ക്വസ്റ്റ്രേഡ് ETF-നും സ്റ്റോക്സിനും ചാർജ് ചെയ്യുന്ന കമ്മീഷൻ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ക്വസ്റ്റ്രേഡ് വേറെ കണ്ടമാനം ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻസ്, ഫോറക്സ്, ഇന്റർനാഷണൽ ഇക്വിറ്റീസ്, മ്യൂച്വൽ ഫണ്ട്സ്. ഈ കാണുന്നത് ക്വസ്റ്റ്രേഡ് ഓഫർ ചെയ്യുന്ന പ്രൊഡക്ട്സും ഈ പ്രൊഡക്ട്സിന്റെ ഫീസുമാണ്. നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് ക്വസ്റ്റ്രേഡ് വഴി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്ത് ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്. അടുത്തൊരു ക്വസ്റ്റ്രേഡിന്റെ ബെസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്രേഡിൽ നിങ്ങൾക്ക് US ഡോളേഴ്സ് ഹോൾഡ് ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്രേഡ് വഴി US സ്റ്റോക്സ് സെൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് US ഡോളേഴ്സ് ആണ്. സോ ഈ കിട്ടുന്ന US ഡോളേഴ്സ് നിങ്ങൾക്ക് US ഡോളേഴ്സ് ആയിട്ട് ഹോൾഡ് ചെയ്യാം. വെൽ സിമ്പിൾ വഴി നിങ്ങളൊരു US സ്റ്റോക്ക് വാങ്ങുമ്പോൾ വെൽ സിമ്പിൾ നിങ്ങൾക്കൊരു 1.5 കൺവേർഷൻ ഫീ ചാർജ് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ US സ്റ്റോക്സ് വെൽ സിമ്പിൾ സെൽ ചെയ്യുമ്പോൾ നിങ്ങൾ US സ്റ്റോക്സ് സെൽ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് US ഡോളേഴ്സ് ആണ്. സോ US ഡോളേഴ്സ് വെൽ സിമ്പിൾ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ US സ്റ്റോക്സ് സെൽ ചെയ്യുമ്പോൾ വെൽ സിമ്പിൾ അത് കനേഡിയൻ ഡോളേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ കൺവേർഷന് വെൽ സിമ്പിൾ ഒരു 1.5 കൺവേർഷൻ ഫീ നിങ്ങൾക്ക് ചാർജ് ചെയ്യും. പിന്നെ വെൽ സിമ്പിളിൽ നിങ്ങളൊരു US സ്റ്റോക്ക് ഓൺ ചെയ്തു. ഈ US സ്റ്റോക്സിന് നിങ്ങൾക്ക് കിട്ടുന്ന ഡിവിഡൻഡ് US ഡോളേഴ്സിലാണ്. സോ എല്ലാ പ്രാവശ്യവും നിങ്ങൾക്ക് ഡിവിഡൻസ് കിട്ടുമ്പോൾ വെൽ സിമ്പിൾ ഈ കിട്ടുന്ന ഡിവിഡൻഡ് ഈ കനേഡിയൻ ഡോളേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. എല്ലാ പ്രാവശ്യവും ഈ ഡിവിഡൻഡ് പേയ്മെന്റ്സിൽ നിന്ന് 1.5 കൺവേർഷൻ ഫീ വെൽ സിമ്പിൾ നിങ്ങൾക്ക് ചാർജ് ചെയ്യും. പിന്നെ ക്വസ്റ്റ്രേഡ് വഴി കനേഡിയൻ ഡോളേഴ്സ് വെച്ച് നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങും
വാങ്ങുമ്പോൾ ക്വസ്റ്റ്രേഡ് നിങ്ങൾക്കൊരു 1.5 to 2% കൺവേർഷൻ ഫീ ചാർജ് ചെയ്യും. പക്ഷേ ഈ കൺവേർഷൻ ഫീ നിങ്ങൾക്ക് നോർബിറ്റ് ഗാംബിറ്റ്സ് വഴി അവോയ്ഡ് ചെയ്യാം. നോർബിറ്റ് ഗാംബിറ്റ്സ് വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ഒരു സ്റ്റോക്ക് കനേഡിയൻ എക്സ്ചേഞ്ചിലും US എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കനേഡിയൻ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്ക് കനേഡിയൻ ഡോളേഴ്സ് ഉപയോഗിച്ച് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്രേഡിനോട് റിക്വസ്റ്റ് ചെയ്യാം ഇതിൻ്റെ US വേർഷനിലേക്ക് മാറ്റിത്തരാൻ. ക്വസ്റ്റ്രേഡ് ഈ കനേഡിയൻ സ്റ്റോക്സ് US സ്റ്റോക്സിൽ മാറ്റി തരുമ്പോൾ അതിന് കൺവേർഷൻ ഫീ ഒന്നും ചാർജ് ചെയ്യില്ല. പിന്നീട് നിങ്ങളുടെ കയ്യിലുള്ളത് US സ്റ്റോക്സ് ആണ്. ഈ US സ്റ്റോക്സ് സെല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന US ഡോളേഴ്സ് ആണ്. ഈ കിട്ടുന്ന US ഡോളേഴ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്രേഡ് അക്കൗണ്ടിൽ US ഡോളേഴ്സ് ആയിട്ട് ഹോൾഡ് ചെയ്യാം. നിങ്ങൾക്ക് US സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ക്വസ്റ്റ്രേഡ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ക്വസ്റ്റ്രേഡ് വഴി നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റോക്ക് പ്രൈസസ് റിയൽ ടൈം ആണ്. വെൽസിമ്പിൾ പോലെയുള്ള ബ്രോക്കറേജസ് ഈ റിയൽ ടൈം പ്രൈസസ് കിട്ടാനായിട്ട് പ്രീമിയം ചാർജ് ചെയ്യും. പക്ഷേ ക്വസ്റ്റ്രേഡ് വഴി ഈ റിയൽ ടൈം പ്രൈസസ് കിട്ടാൻ നിങ്ങൾക്ക് പ്രീമിയം ഒന്നും അടക്കേണ്ട ആവശ്യമില്ല. സോ ക്വസ്റ്റ്രേഡ് കണ്ടമാനം അക്കൗണ്ട് ടൈപ്സ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്രേഡ് വഴി നിങ്ങൾക്ക് TFA തുടങ്ങാം, RRSP തുടങ്ങാം, ഫാമിലി RRSP തുടങ്ങാം, സ്പൗസൽ RRSP തുടങ്ങാം, LIF തുടങ്ങാം, RIF തുടങ്ങാം, പിന്നെ നിങ്ങൾക്ക് ഫോറക്സ് അക്കൗണ്ട്സ് തുടങ്ങാം, നിങ്ങൾക്ക് മാർജിൻ അക്കൗണ്ട് തുടങ്ങാം. സോ അങ്ങനെ കണ്ടമാനം അക്കൗണ്ട് ടൈപ്സ് ക്വസ്റ്റ്രേഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്രേഡിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് അലേർട്ട് ക്രിയേറ്റ് ചെയ്യും. അതായത് ഒരു സ്റ്റോക്ക് ഒരു പർട്ടിക്കുലർ പ്രൈസിൽ എത്തുമ്പോൾ ക്വസ്റ്റ്രേഡ് നിങ്ങളെ അലേർട്ട് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൻ്റെ സ്റ്റോക്ക് $2,500 വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആമസോണിൻ്റെ സ്റ്റോക്ക് ഈ അലേർട്ട് ലിസ്റ്റിൽ ഈ പർട്ടിക്കുലർ പ്രൈസ് വെച്ച് നിങ്ങൾ ആഡ് ചെയ്യണം. എന്നിട്ട് ഈ സ്റ്റോക്ക് $2,500 ആകുമ്പോൾ ക്വസ്റ്റ്രേഡ് നിങ്ങൾക്ക് അലേർട്ട് സെൻഡ് ചെയ്യും. സോ നിങ്ങൾ വാച്ച് ചെയ്യുന്ന സ്റ്റോക്സ് എല്ലാം നിങ്ങൾക്ക് ഈ അലേർട്ട് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. എപ്പോഴും സ്റ്റോക്സിന്റെ പ്രൈസ് വാച്ച് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതൊരു നല്ലൊരു ഫീച്ചർ ആയിരിക്കും. ക്വസ്റ്റ്രേഡ് നിങ്ങൾക്ക് അക്കൗണ്ട് ഫീസ് ആയിട്ടോ മെയിൻ്റനൻസ് ഫീസ് ആയിട്ടോ ഒരു ഫീ നിങ്ങൾക്ക് ചാർജ് ചെയ്യില്ല. ക്വസ്റ്റ്രേഡ് മെയിൻ്റനൻസ് ഫീ ചാർജ് ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ക്വസ്റ്റ്രേഡ് ഈ മെയിൻ്റനൻസ് ഫീ ചാർജ് എടുത്തു കളഞ്ഞു. ക്വസ്റ്റ്രേഡിൻ്റെ ഒരു ഡൗൺ സൈഡ് ഞാൻ കാണുന്നത് ക്വസ്റ്റ്രേഡ് വഴി ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്രേഡിലേക്ക് ഒരു $1,000 നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണം. സാധാരണ ന്യൂ യങ് ഇൻവെസ്റ്റേഴ്സിന് ഈ $1,000 അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അവർക്ക് ഇതൊരു ഹിൻഡ്രൻസ് ആയിരിക്കും. അടുത്തൊരു ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ അവരുടെ കസ്റ്റമർ സപ്പോർട്ടാണ്. ചില സമയത്ത് അവരുടെ കസ്റ്റമർ സപ്പോർട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ 50 to 20 minutes എടുത്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന് മുമ്പ് അവരുടെ കസ്റ്റമർ സപ്പോർട്ട് വളരെ നല്ലതായിരുന്നു. അവരുടെ കസ്റ്റമർ സപ്പോർട്ടുമായി കണക്ട് ആവാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി അവരുടെ കസ്റ്റമർ സപ്പോർട്ടുമായി കണക്ട് ആവാൻ ഒത്തിരി ടൈം എടുക്കുന്നുണ്ട്. ക്വസ്റ്റ്രേഡ് അവരുടെ ആപ്ലിക്കേഷൻ ഡെസ്ക്ടോപ്പിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്രേഡ് ഇഷ്ടപ്പെടാൻ കാരണം. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ അനുസരിച്ച് നിങ്ങളൊരു പുതിയ ഇൻവെസ്റ്ററാണ്, നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ $1,000 ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് US സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ക്വസ്റ്റ്രേഡ് നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും. ഇപ്പോൾ ക്വസ്റ്റ്രേഡിൻ്റെ ഒരു പ്രൊമോഷൻ നടക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ക്വസ്റ്റ്രേഡിൽ ഒരു അക്കൗണ്ട് തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് $50 ഇൻ കമ്മീഷൻ ഫ്രീ ട്രേഡ് കിട്ടും. സോ മേക്ക് യൂസ് ഓഫ് ദ പ്രൊമോഷൻ. ഇതൊരു റെഫറൽ ലിങ്കാണ്. നിങ്ങൾ ഈ ലിങ്ക് ഉപയോഗിച്ചാൽ എനിക്കും ഒരു ചെറിയ കമ്മീഷൻ കിട്ടും. സോ നമുക്ക് സമയം കളയാതെ നമ്മുടെ അടുത്ത ബ്രോക്കറേജ് ആയ വെൽസിമ്പിളിലേക്ക് പോകാം. ഇവിടെ വരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വെൽസിമ്പിൾ ഒരു പുതിയ പ്ലാറ്റ്ഫോമാണ് ആസ് കമ്പയർഡ് ടു ക്വസ്റ്റ്രേഡ്. വെൽസിമ്പിളിന്റെ പ്ലാറ്റ്ഫോം വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഒരു പുതിയ ഇൻവെസ്റ്റർക്ക് വെൽസിമ്പിൾ വഴി ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ വളരെ എളുപ്പമായിരിക്കും. വെൽസിമ്പിൾ ടാർഗറ്റ് ചെയ്യുന്ന ന്യൂ യങ് ഇൻവെസ്റ്റേഴ്സിനെയാണ്. വെൽസിമ്പിളിന്റെ ഒരു ബെസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ വെൽസിമ്പിൾ ഒരു കമ്മീഷൻ ഫ്രീ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. കാനഡയിൽ കമ്മീഷൻ ഫ്രീ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന ബ്രോക്കറേജസ് വളരെ കുറവാണ്. അടുത്ത വെൽസിമ്പിളിന്റെ ഒരു ബെസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ വെൽസിമ്പിൾ വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മിനിമം എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട. ക്വസ്റ്റ്രേഡ് പോലെ ഒരു ബ്രോക്കറേജസിൽ മിനിമം $1,000 ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ വെൽസിമ്പിളിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു മിനിമം എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട. വെൽസിമ്പിളിൽ നിങ്ങൾക്ക് കനേഡിയൻ ഡോളേഴ്സ് ഫ്രീ ആയിട്ട് ഹോൾഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ വെൽസിമ്പിളിൽ നിങ്ങൾക്ക് US സ്റ്റോക്ക് വാങ്ങുമ്പോഴും വെക്കുമ്പോഴും ഒരു 1.5 കൺവേർഷൻ ഫീ വെൽസിമ്പിൾ നിങ്ങൾക്ക് ചാർജ് ചെയ്യും. വെൽസിമ്പിൾ നേരത്തെ മൊബൈൽ ആപ്ലിക്കേഷനിൽ മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ. പക്ഷേ റീസെന്റ് അവർ ഡെസ്ക്ടോപ്പ് വേർഷൻ റിലീസ് ചെയ്തു. വെൽസിമ്പിൾ ഇപ്പോൾ ഓഫർ ചെയ്യുന്ന 3 മെയിൻ അക്കൗണ്ട്സ് ആണ്. ആദ്യത്തെ പേഴ്സണൽ, പിന്നെ ടാക്സ് ഫ്രീ സേവിങ്സ് അക്കൗണ്ട്, പിന്നെ RRSP. വെൽസിമ്പിൾ ഓഫർ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്ട്സ് വളരെ ലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ബോൺഡ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് അല്ലെങ്കിൽ പ്രിഫേർഡ് ഷെയർസ് ഇതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്രേഡ് ആയിരിക്കും നല്ലൊരു ഓപ്ഷൻ. വെൽസിമ്പിളിൽ നിങ്ങൾക്ക് CDS എലിജിബിൾ ആയ സ്റ്റോക്സ് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. CDS എലിജിബിൾ അല്ലാത്ത സ്റ്റോക്സ് ലൈക്ക് ഡിസ്നി നിങ്ങൾക്ക് വെൽസിമ്പിൾ വഴി വാങ്ങാൻ പറ്റില്ല. പിന്നെ വെൽസിമ്പിൾ വഴി നിങ്ങൾക്ക് OTC മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സ് ലൈക്ക് ടെൻസെന്റ് അത് നിങ്ങൾക്ക് വെൽസിമ്പിൾ വഴി വാങ്ങാൻ പറ്റില്ല.
വെൽ സിമ്പിളിൽ ഡിവിഡൻഡ് റീ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ സപ്പോർട്ട് ചെയ്യില്ല. ഈ ഡിവിഡൻഡ് റീ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അറിയാത്തവർക്ക് ഞാനൊരു ചെറിയ എക്സ്പ്ലനേഷൻ തരാം. ഒരു കമ്പനി അവരുടെ ഡിവിഡൻഡ് ക്യാഷായി പേ ചെയ്യുന്നതിന് പകരം അവരുടെ സ്റ്റോക്കായിട്ട് അവർ പേ ചെയ്യും. സോ ഓരോ തവണയും ഈ കമ്പനി ഡിവിഡൻഡ് പേ ചെയ്യുമ്പോൾ നിങ്ങളുടെ നമ്പർ ഓഫ് ഷെയർസ് കൂടി വരും. അടുത്ത വെൽ സിമ്പിളിന്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെൽ സിമ്പിൾ അവരുടെ പ്ലാറ്റ്ഫോം കോൺസ്റ്റന്റ്ലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരാദ്യം അവരുടെ പ്ലാറ്റ്ഫോം റിലീസ് ചെയ്തപ്പോൾ അവർക്ക് രജിസ്റ്റേർഡ് അക്കൗണ്ട്സ് അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ അവരുടെ പ്ലാറ്റ്ഫോം ഡെസ്ക്ടോപ്പ് വേർഷനിൽ അവൈലബിൾ അല്ലായിരുന്നു. ഈ ചേഞ്ചസ് ഒക്കെ അവർ റീസെന്റ് വരുത്തിയതാണ്. അപ്പോൾ ഇനി വരും കാലങ്ങളിൽ ഇവർ ഡ്രിപ്പ് അല്ലെങ്കിൽ ഇവർ കൂടുതൽ സ്റ്റോക്സ് അല്ലെങ്കിൽ കൂടുതൽ അക്കൗണ്ട് ടൈപ്സ് ഇവരുടെ പ്ലാറ്റ്ഫോമിൽ ഇംപ്ലിമെന്റ് ആക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ അനുസരിച്ച് നിങ്ങളൊരു പുതിയ ഇൻവെസ്റ്റർ ആണ്, നിങ്ങൾക്കൊരു $100 അല്ലെങ്കിൽ $200 വെച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ വെൽ സിമ്പിൾ നിങ്ങൾക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും. കാരണം വെൽ സിമ്പിളിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു മിനിമം ഡെപ്പോസിറ്റിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വെൽ സിമ്പിളിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഒരു റെഫറൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഒരു $100 ഡെപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് $10 റെഫറൽ ബോണസ് ആയിട്ട് കിട്ടും. ഈ വീഡിയോ ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ ലാസ്റ്റ് ബ്രോക്കറേജ് ആയ ഇന്ററാക്റ്റീവ് ബ്രോക്കേഴ്സിലേക്ക് പോകാം. ഇന്ററാക്റ്റീവ് ബ്രോക്കേഴ്സിനെ പറ്റി പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ പ്ലാറ്റ്ഫോം ആക്റ്റീവ് ട്രേഡേഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. സോ നിങ്ങൾക്ക് ഓപ്ഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. ഇന്ററാക്റ്റീവ് ബ്രോക്കേഴ്സ് ഒരു US കമ്പനിയാണ്. ഈ പ്ലാറ്റ്ഫോം കാനഡ അടക്കം 33 രാജ്യങ്ങളിൽ അവൈലബിൾ ആണ്. ഇവരുടെ പ്ലാറ്റ്ഫോം ഒരു യൂസർ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോം അല്ല. ഈ 3 ബ്രോക്കറേജസിൽ ഏറ്റവും യൂസർ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോം വെൽ സിമ്പിൾ, രണ്ടാമത്തെ ക്വസ്റ്റഡ്, ലാസ്റ്റ് ആണ് ഇന്ററാക്റ്റീവ് ബ്രോക്കേഴ്സ് വരുള്ളൂ. ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് പലതരം അസറ്റ്സ് ആയ സ്റ്റോക്സ്, ബോണ്ട്സ്, കറൻസി, അങ്ങനെ പലതരം അസറ്റ്സിൽ ഈ പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇവരുടെ പ്രൈസിങ് അവർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ടയേർഡ് പ്രൈസിങ്ങും പിന്നെ ഫിക്സഡ് പ്രൈസിങ്ങുമാണ്. ടയേർഡ് പ്രൈസിങ് ഒരു ഹയർ വോളിയത്തിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഫിക്സഡ് പ്രൈസിംഗ് ലോവർ വോളിയത്തിൽ ട്രേഡ് ചെയ്യുന്നവർക്കുമാണ്. ഫിക്സഡ് പ്രൈസിൽ അവർ ചാർജ് ചെയ്യുന്നത് 1 cent per share with a minimum of $1 and a maximum of 0.5% of the trade value. ഇവരുടെ പ്ലാറ്റ്ഫോം ഡെസ്ക്ടോപ്പിലും മൊബൈലിലും അവൈലബിൾ ആണ്. മറ്റ് ബ്രോക്കറേജസിനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ബ്രോക്കറേജിലൂടെ നമുക്ക് ഫ്രാക്ഷണൽ ഷെയർസ് വാങ്ങാം. അതായത് ആമസോൺ പോലെ ഒരു സ്റ്റോക്കിന്റെ വാല്യൂ ഓൾമോസ്റ്റ് $3,000 ആണ്. ഈ $3,000 വാല്യൂ ഉള്ള സ്റ്റോക്കിൽ നമുക്കൊരു $300 ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫ്രാക്ഷണൽ ഷെയർസ് വഴി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നമ്മൾ $300 ഈ $3,000 സ്റ്റോക്കിലേക്ക് മുടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ടോട്ടൽ സ്റ്റോക്കിന്റെ ഒരു 10%, അതായത് ഈ ടോട്ടൽ സ്റ്റോക്കിന്റെ ഒരു ഫ്രാക്ഷൻ നമുക്ക് ഈ $300 വെച്ച് വാങ്ങാൻ സാധിക്കും. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഞാൻ ഈ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഈ പ്ലാറ്റ്ഫോം ഒരു കോംപ്ലക്സ് പ്ലാറ്റ്ഫോമാണ്. അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ആക്റ്റീവ് ട്രേഡേഴ്സിനാണ് ഈ പ്ലാറ്റ്ഫോം ബെനിഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതോടെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ബെനിഫിഷ്യൽ ആയാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ വീഡിയോയിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഒരു ഫേസ്ബുക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബി കൈൻഡ്.